ഒരു ദിവസം ഫ്രാൻസിസ് പുണ്യവാളൻ ഒരു മെഴുകുതിരി തെളിച്ചിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കുക: ദൈവമേ, നിന്നോടുള്ള എൻ്റെ സ്നേഹം എത്രമാത്രം നിലനിൽക്കും. പെട്ടെന്നൊരു ചെറിയ കാറ്റടിച്ച് ആ മെഴുകുതിരി നാളം കെട്ടുപോയി. നിറഞ്ഞ മിഴികളോടെ, കൂപ്പിയ കരങ്ങളോടെ പുണ്യവാളൻ കരഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു: ഒരു കാറ്റടിച്ചപ്പോഴും നിന്റെ സ്നേഹം അണഞ്ഞുപോയി, പക്ഷെ ഒരിക്കലും അണയാത്ത എൻ്റെ ഒരു സ്നേഹം അത് നിന്നോടൊപ്പം ഉണ്ട്. അത് തിരുഹൃദയത്തിൻ്റെ സ്നേഹമാണ്. ലോകത്തിലെവിടെ പോയാലും എല്ലാ ഭവനങ്ങളിലും ഈശോയുടെ മുഖത്തിൻ്റെ ഭാവങ്ങൾ വേറെയാണെങ്കിലും തിരുഹൃദയത്തിൻ്റെ ഭാവം എന്നും ഒന്ന് തന്നെയാണ്. നിന്നോടുള്ള സ്നേഹത്താൽ തുടിക്കുന്ന, നിനക്ക് വേണ്ടി മുള്ളുകളാൽ ചുറ്റപ്പെട്ട, നിന്നോടുള്ള സ്നേഹത്താൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഈശോയുടെ തിരുഹൃദയം. ഒന്നോർത്താൽ ആ മുഖം തന്നെയാണ് ലോകമെമ്പാടുമുള്ള തിരുഹൃദയത്തിൻ്റെ മുഖമെന്ന് ഞാൻ പറയും. ഈശോ, ഇതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ ജീവിതത്തിലും ലോകത്തിൻ്റെതായ ഏത് കാറ്റടിക്കുമ്പോഴും അണഞ്ഞു പോകുന്നൊരു നാളമുണ്ട്. ആ നാളത്തെ നിൻ്റെ തിരുഹൃദയത്തിൻ്റെ അഗ്നിയോട് ചേർത്ത് വയ്ക്കാൻ. അങ്ങനെ ഞാനും പ്രാർത്ഥനയാവട്ടെ: ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയത്തിന് അനുരൂപമാക്കണമേ എന്ന്. ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.